ആവേശമൊക്കെ വ്യക്തമാണ്, പ്രവർത്തകരുടെ ആവേശമൊക്കെ വ്യക്തമാണ്, പ്രത്യേകിച്ച് സ്ത്രീ BJP പ്രവർത്തകരുടെ ആവേശമൊക്കെ. ഡാനി, വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ തൃശ്ശൂരിലെത്തിയപ്പോൾ തുറന്ന വാഹനത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ, അങ്ങനെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചത്. പക്ഷേ യുവം പരിപാടിക്ക് എത്തിയ സമയത്ത് അപ്രതീക്ഷിതമായി നടക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇത്തവണ കടക്കാനുള്ള സാധ്യതയുണ്ടോ? റോഡ് ഷോ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ ഇത്രയും വലിയ ജന പങ്കാളിത്തത്തെ മാനേജ് ചെയ്യാൻ പോലീസിന് കഴിയുക? ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ BJP പ്രവർത്തകരും BJP പാർട്ടിയും അതനുസരിച്ച് ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ? അപർണ, ഇതിൽ അങ്ങനെ ഒരു സാധ്യത സജീവമായിട്ട് തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ തേവരയിലെ പാലം കഴിയുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഔദ്യോഗികമായ വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡ് ഷോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേക വാഹനത്തിലേക്ക് കയറേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. പകരം അദ്ദേഹം നടക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് പ്രവർത്തകരെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. അവർ അഭിവാദ്യങ്ങൾ ചെയ്തു. അദ്ദേഹം കേരളീയ വേഷത്തിലായിരുന്നു എന്നതും വലിയ രീതിയിലേക്ക് അവർക്ക് സന്തോഷം പകരുന്നു. അദ്ദേഹം അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തകർക്ക് ഇടയിലൂടെ, റോഡിന് ഇരുവശമുള്ള പ്രവർത്തകർക്ക് ഇടയിലൂടെ അദ്ദേഹം നടന്നു. അത് കുറച്ചൊന്നുമല്ല പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഏതാണ്ടൊരു പകുതിയിലധികം ദൂരം അദ്ദേഹം നടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. തേവര ജംഗ്ഷൻ മുതൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജ് വരെയുള്ള ദൂരത്തിലേക്ക് ഏതാണ്ട് പകുതിയിലധികം ദൂരം അദ്ദേഹം നടക്കാൻ തന്നെ തീരുമാനിച്ചു. വലിയ രീതിയിലേക്ക് പ്രവർത്തകർ ആവേശത്തിലായി. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം കർശനമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി നടക്കാൻ തീരുമാനിച്ചാൽ സുരക്ഷ ഒരുക്കുക, കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുക, എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ രീതിയിൽ അദ്ദേഹം തീരുമാനം മാറ്റുമോ എന്ന ഒരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിയായ പോലീസ് സുരക്ഷയും ഒപ്പം തന്നെ SPG അടക്കമുള്ള വിഭാഗങ്ങളും വളരെ സന്നദ്ധരാണ്. ആ രീതിയിലുള്ള സുരക്ഷ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിൽ 2000-ലധികം പോലീസുകാരെ അടക്കം അണിനിരത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും വലിയ ആവേശത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക് പ്രവർത്തകർ എത്തുന്നു. അതായത് മോഡിജി ഇപ്പൊ കേരളത്തിലെ 2ാമത്തെ സന്ദർശനമാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. അത് വളരെയധികം പാർട്ടി അണികളിൽ ഭയങ്കര സന്തോഷവും വികാരവും ഒക്കെയാണ് വരുത്തിയേക്കുന്നത്. ഏതായാലും ഇവിടെ ഇത്തവണ ഇലക്ഷൻ എന്ന് പറയുന്നത്, ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിൻ ചെയ്തിരിക്കും. ഒരു 5 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് വിൻ ചെയ്തിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അപർണ, ഇത്തരം ആവേശം നിറഞ്ഞ പ്രവർത്തകരാണ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ആരോട്